ഇടതുപക്ഷത്തിന്റെ ജനകീയ പോരാട്ടങ്ങളെയും നിയമസഭാ ചട്ടങ്ങളെയും അട്ടിമറിക്കാൻ കോൺഗ്രസ് നടത്തുന്ന അവിശുദ്ധ നീക്കങ്ങൾ ഒരിക്കൽ കൂടി സഭയ്ക്കുള്ളിൽ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ബി.ജെ.പിയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയ അന്തർധാരയും രാഷ്ട്രീയ ഡീലും നിയമസഭയുടെ പരമോന്നത വേദിയിൽ വെച്ച് തന്നെ ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. സ്പീക്കർ പദവിയെ പോലും സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കായി കോൺഗ്രസ് ദുരുപയോഗം ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് സഭയിലെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ് നടപടികളിൽ തന്നെ പ്രതിഫലിച്ചത്. ഇന്ധന വില വർധനവിലൂടെയുള്ള ജനദ്രോഹപരമായ അധിക നികുതി വേണ്ടെന്ന് വെക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷത്തിനു വേണ്ടി കെ.എൻ. ബാലഗോപാൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിലാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഗുരുതരമായ ചട്ടപ്പിഴവ് സംഭവിച്ചത്. മുഖ്യമന്ത്രിയുടെ മറുപടിക്കും ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPI-യിലെ കെ രാജനും നടത്തിയ ശക്തമായ വാക്കൌട്ട് പ്രസംഗങ്ങൾക്ക് ശേഷം നിയമസഭയിലെ എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ബി.ജെ.പിയുടെ ബി ഗോപകുമാറിന് സംസാരിക്കാൻ സ്പീക്കർ അനുമതി നൽകുകയാണ് ഉണ്ടായത്. അടിയന്തര പ്രമേയ നോട്ടീസിൽ ഒപ്പിട്ട പ്രതിപക്ഷത്തെ RJD അംഗം P.K. പ്രവീൺ സംസാരിക്കാനായി എഴുന്നേറ്റിട്ടും അദ്ദേഹത്തെ ബോധപൂർവം അവഗണിച്ചുകൊണ്ട് ബി.ജെ.പി അംഗത്തിന് അവസരം നൽകിയ സ്പീക്കറുടെ നടപടി സഭയുടെ ചരിത്രത്തിന് തന്നെ നാണക്കേടാണ്. അടിയന്തര പ്രമേയ നോട്ടീസിൽ ഒപ്പിടാത്തവർക്ക് വാക്കൌട്ട് പ്രസംഗത്തിന് അനുമതി നൽകില്ലെന്ന വ്യക്തമായ കീഴ്വഴക്കം നിലനിൽക്കെയാണ് ബി.ജെ.പി അംഗത്തിനു വേണ്ടി സ്പീക്കർ വഴിവിട്ട ഉദാരത കാണിച്ചത്. പ്രമേയത്തിൽ ഒപ്പിടാത്തതിനാൽ ഗോപകുമാറിന് പ്രസംഗിക്കാൻ നിയമപരമായി യാതൊരു അവകാശവുമില്ലായിരുന്നു. എന്നിട്ടും പറയാനുള്ളത് ചുരുക്കി പറയാമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ബി.ജെ.പിയെ താലോലിക്കാനാണ് സ്പീക്കർ ശ്രമിച്ചത്. കോൺഗ്രസിന്റെ ഈ വഴിവിട്ട് ബി.ജെ.പി പ്രീണനത്തിനെതിരെ തക്ക സമയത്ത് ശക്തമായി പ്രതികരിക്കാൻ ജനകീയ പ്രതിപക്ഷമായ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. വാക്കൌട്ട് നടത്തിയ ഇടതംഗങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് മുദ്രാവാക്യം വിളികളുമായി തിരിച്ചെത്തുകയും സഭയെ ഞെട്ടിച്ചുകൊണ്ട് ഡീലാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. കോൺഗ്രസ് ബി.ജെ.പി അന്തർധാരയെ ജനമധ്യത്തിൽ തുറന്നു കാട്ടുന്നതായിരുന്നു ആ പ്രതിഷേധ ശബ്ദം. സ്പീക്കറുടെ ഈ ചട്ടലംഘനത്തെ അതിശക്തമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നേരിട്ടത്. പ്രകടമായത് സ്പീക്കറുടെ വെറും ഒരു ഉദാര മനസ്കതയല്ലെന്നും അത് നിയമസഭാ ചട്ടങ്ങളിൽ നിന്നും പ്രവർത്തന പാരമ്പര്യത്തിൽ നിന്നുമുള്ള ഗുരുതരമായ വ്യതിയാനമാണെന്നും പിണറായി വിജയൻ സഭയെ ഓർമ്മിപ്പിച്ചു. വാക്കൌട്ട് പ്രസംഗത്തിന് ശേഷമേ ഇത്തരം അനാവശ്യ സൗജന്യങ്ങൾ ബി.ജെ.പി അംഗത്തിന് നൽകാവൂ എന്ന പ്രതിപക്ഷ നേതാവിന്റെ കർക്കശ നിലപാടിന് മുൻപിൽ ഒടുവിൽ സ്പീക്കർക്ക് തല കുനിക്കേണ്ടി വന്നു. താൻ ഒരു നിമിഷം ചട്ടത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയെന്നും പുതിയ അംഗത്തിന്റെ കന്നിപ്രസംഗം തുടങ്ങിയപ്പോഴേ നിർത്തിക്കാൻ തന്റെ പാരമ്പര്യം അനുവദിച്ചില്ല എന്നും പറഞ്ഞ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒടുവിൽ സഭയിൽ പരസ്യമായി പിഴവ് സമ്മതിച്ചു. ഇടതുപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ സഭയിലെ ബഹളം മയപ്പെടുകയും തുടർന്ന് P.K. പ്രവീണിന് പ്രസംഗിക്കാൻ മൈക്ക് അനുവദിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ കുടില തന്ത്രങ്ങൾക്കും ചട്ടലംഘനങ്ങൾക്കും മുൻപിൽ ഇടതുപക്ഷം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു സഭയിലെ ഈ ജനകീയ വിജയം.